ഹലോ. അപ്പോൾ ദേ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് നമ്മളിതേ കസിൻ ചേച്ചിയുടെ വീട്ടിൽ പോവുകയാണ്. അപ്പം ചുമ്മാ ഒരു കാഴ്ചകൾ കൂടെ കണ്ടങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളിതേ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ കടയിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ വീട്ടിലെത്തി. അവിടുത്തെ കുറേ കുഞ്ഞു 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 പല കളറുള്ള പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് വീട്. നല്ല തണുപ്പായിരുന്നു കേട്ടോ അവിടെ. കുറേ റബ്ബർ തോട്ടങ്ങളുടെയൊക്കെ ഇടയ്ക്കായിട്ടാട്ടോ ഒരു വീട്. അപ്പോൾ ദേ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ദേ ചേച്ചി നമുക്ക് വേണ്ടി നൂൽപുട്ടും ചായയും മുട്ടക്കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മളെ കണ്ടതിൻ്റെ ഇതിലൊന്നേ കുട്ടിയാണെങ്കിൽ മാറിപ്പോയിരുന്നു കേട്ടോ. അവനാണെങ്കിൽ വരില്ല, എത്ര വിളിച്ചിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല കേട്ടോ. കുറച്ച് നേരം പിന്നെ അവനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. കുറേ പോകാറായപ്പോഴത്തേക്ക് ആൾ നമുക്ക് ടാറ്റ ഇതൊക്കെ തന്നു കേട്ടോ. അപ്പോൾ ദേ വീടിന് താഴെയുള്ള ഭാഗമാണ് ഇത്. അവിടെ ഒരു വലിയ പാറയുണ്ട്. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ ആ പാറ ഒരു ആന തിരിഞ്ഞ് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. അതുപോലെ ഒരുപാട് പാറകളുണ്ട് കേട്ടോ. അപ്പോൾ ദേ കാണുന്നതാണ് ആ വീട്. ചേച്ചീൻ്റെ വീട് അതാണ്. നമ്മൾ താഴെയായിട്ട് ഇറങ്ങി വന്നതാണ് അവിടെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ദേ ആ റോഡിൻ്റെ അവിടെയായിട്ട് ഒരു കുഞ്ഞരുവി പോലെ ഉണ്ട് കേട്ടോ. ഉറവയാണ്. നല്ല തെളിഞ്ഞ വെള്ളമാണ് പോകുന്നത്. അപ്പോൾ ഒരു ചേട്ടൻ അവിടെ വെള്ളം ഓസൊക്കെ കുത്താനായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കുറച്ച് നേരം നിന്നു, കാലൊക്കെ കഴുകി. പിന്നെ പാറ ശരിക്കും നമുക്ക് ബാക്കിൽ നോക്കുമ്പോൾ വലിയൊരു ആന ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നും കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു. അപ്പോൾ ഏട്ടൻ എന്നെ കളിയാക്കുകയൊക്കെ ചെയ്യുകയാണ്. ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പോൾ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം മോനും ചേച്ചിയും കൂടെ നമുക്ക് ടാറ്റ തരുവാണ്. അപ്പോൾ എല്ലാവരെയും കണ്ടു. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.